ഞാൻ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് മലയാളം ലിറിക്സ് എങ്ങനെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യൽ, ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കൽ എന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചത് ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ മലയാളം ലിറിക്സ് ഇൻക്ലൂഡ് ചെയ്ത് അനിമേഷൻ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാപ്കട്ടിൽ നമുക്ക് ഏത് വീഡിയോയിലാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് അതിൽ കഴ്സർ എവിടെ വേണ്ടത് അവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് മംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വരില്ല. അപ്പോൾ മംഗ്ലീഷ് കീബോർഡ് എങ്ങനെയാണ് എനേബിൾ ചെയ്യലെന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരു മംഗ്ലീഷിൽ വഴികളിൽ നിന്ന് എഴുതുകയാണ്. അപ്പം താഴെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിലും വീഡിയോയിൽ പ്രോപ്പറായിട്ട് വരുന്നില്ല. നിങ്ങൾക്കറിയാം, വഴികളിൽ നിന്ന് കുറച്ച് ഡോട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് നമ്മളെങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ FML കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. FML റെഫേഴ്സിലേക്ക് ഫോണ്ട് മലയാളം. അപ്പോൾ അതിൽ നമുക്ക് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാം. ബ്രൗസറിൽ പോയിട്ട് FML ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം തന്നെ വെബ്സൈറ്റ് വരും, ratheesh.in എന്നുള്ള വെബ്സൈറ്റ് വരും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് മംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വഴികൾ ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള FML ഇവിടെ വന്ന് അത് ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ക്യാപ്കട്ടിൽ വരിക, അതിവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് പ്രോപ്പറായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിന് ഡിഫറെൻറ്റ് ഫോണ്ടായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം ഏത് ടൈപ്പ് ഫോണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്ത് ഫോണ്ട് മാറ്റി കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ FML തന്നെയാണ് വരിക. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് മലയാളം ഫോണ്ട് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിലിവിടെ ഞാൻ കുറച്ച് 2 ഫോണ്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഫോണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അതിന് വേറെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പം ഇതിൽ ആ ഫോണ്ട് നമുക്കിപ്പം ബ്രൗസറിൽ കയറിയിട്ട് മലയാളം ഫോണ്ട് ഡൗൺലോഡ് അടിക്കുക. അല്ലെങ്കിൽ സൈക്തം എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് വേണ്ടത് ഏതാ വേണ്ടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഫോണ്ടുകളുണ്ട്. അപ്പം ഞാനിപ്പം സെലക്ട് ചെയ്യുന്നത് ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് അത് ഡൗൺലോഡായി. ഡൗൺലോഡ് ഫോൾഡറിലുണ്ടാവും. എന്നിട്ട് എനിക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഫോണ്ട് മാറ്റുന്നതിനനുസരിച്ച് വീഡിയോയിലുള്ള ഫോണ്ട് മാറും. ഓക്കെ, ഇനി ഇത് ഫോണ്ട് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ അനിമേറ്റഡ് ആക്കാം. ഇത് ലിറിക്സ് ആണല്ലോ, അപ്പം ഇതിനെങ്ങനെ ഒരു അനിമേറ്റഡ് ഇതിലേക്ക് ആക്കാം നോക്കാം. അപ്പോൾ അതിൽ അനിമേഷനിൽ 3 സെക്ഷൻ ഉണ്ട്. ലൈക്ക് ഇൻ, ഔട്ട്, അതേപോലെ ലൂപ്പ്. സോ ഇന്നെന്ന് പറഞ്ഞത് ടെക്സ്റ്റ് വരുമ്പോൾ എന്ത് അനിമേഷൻ ആവണം, ഔട്ട് എന്ന് പറയുമ്പോൾ എക്സിറ്റിൽ എന്ത് അനിമേഷൻ ആവണം, ലൂപ്പ് എന്ന് പറയുമ്പോൾ അപ്പം വീഡിയോയിൽ ഉണ്ടാവുമ്പോൾ ടെക്സ്റ്റിന് എന്ത് കൊടുക്കണം. അപ്പം ഇതിപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഫോമാറ്റിൽ നമുക്ക് അനിമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേവ് 3 ആണ് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ താഴെ ഒരു സെറ്റിങ്സ് ഉണ്ട്, നമുക്കതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്ലോ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ ടെക്സ്റ്റ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഫാസ്റ്റ് ആണെങ്കിൽ സ്ലോ ആണെങ്കിൽ. അപ്പം ഏത് പോർഷനിലാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ അനിമേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാറ്.